മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച ബെയിലിൻ ദാസ് റിമാൻഡിൽ. ബെയിലിനെ തിരുവനന്തപുരം ജില്ലാ ജയിലിലേക്ക് മാറ്റി. ജാമ്യാപേക്ഷ നാളെ വീണ്ടും പരിഗണിക്കും. ശ്യാമിലി മർദ്ദിച്ചുവെന്നാണ് ബെയിലിൻ ദാസ് കോടതിയിൽ പറഞ്ഞത്. അതേസമയം പരിക്കുകൾ ബെയിലിൻ സ്വയം സൃഷ്ടിച്ചതാണെന്ന് ശ്യാമിലി പ്രതികരിച്ചു. തീർച്ചയായും സാക്ഷികളെ കണ്ട് സംസാരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അത് ഞാൻ അടിവരയിട്ട് പറയട്ടെ, അതിൽ യാതൊരു സംശയം വേണ്ട. ഈസ് എ ക്രിമിനൽ ലോയർ. അപ്പോൾ ഒരു കേസ് കോടതിയിൽ എങ്ങനെ എൻ്റെ സീനിയറുമാണ് എങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യം നല്ല ബോധ്യമുണ്ട്. ആ പരിക്കുകളൊക്കെ സ്വയം ഉണ്ടാക്കിയതായിരിക്കാം, അതിൽ യാതൊരു സംശയവുമില്ല. എന്ത് നടന്നു, എന്നെ അടിച്ചു, ആ അടിയുടെ ശിക്ഷ മാത്രം എന്താന്ന് വെച്ചാൽ കിട്ടിയാൽ മതി. അതിനപ്പുറം ഒന്നും വേണ്ട. കള്ളത്തരത്തിലൂടെ എനിക്കൊന്നും നേടാനില്ല. സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. സുലേഖ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബെയിലിൻ ദാസ് റിമാൻഡിലായിരിക്കുന്നു എന്നതാണ്. അയാൾക്ക് ഇന്ന് ജാമ്യം കിട്ടിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. കോടതിയിൽ ബെയിലിൻ ദാസ് പറഞ്ഞത് എന്താണ്? ശ്യാമിലി മർദ്ദിച്ചു എന്നതടക്കമുള്ള വാദങ്ങളാണ് അയാൾ കോടതിയിൽ ഇന്ന് നിരത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനു, തീർച്ചയായും ബെയിലിൻ ദാസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അല്പസമയം മുൻപാണ് കോടതി ബെയിലിൻ ദാസിനെ റിമാൻഡ് ചെയ്തത്. അതിനുശേഷം വൈദ്യപരിശോധന നടത്തിയതിനു ശേഷം തിരുവനന്തപുരം ജില്ലാ ജയിലിലാണ് ബെയിലിൻ ദാസിനെ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ ഈ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം വീണ്ടും കോടതി കേൾക്കും. എന്തായാലും ഇന്ന് കോടതിയിൽ ബെയിലിൻ ദാസിന്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ശ്യാമിലിയാണ് ബെയിലിൻ ദാസിനെ മർദ്ദിച്ചത്. കേൾവി കുറവുള്ള ബെയിലിൻ ദാസിനെ ചെവിക്ക് അടിക്കുകയായിരുന്നു ശ്യാമിലി. അതിനൊപ്പം തന്നെ പുരികത്തിനടക്കം ശ്യാമിലിയുടെ നഖം കൊണ്ട് മുറിവേറ്റിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ബെയിലിൻ ദാസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഒരു വാദത്തിന് പറയുന്നൊരു കാര്യമെന്ന് ശ്യാമിലി പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ ബെയിലിൻ ദാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത്തരം കാര്യങ്ങളൊന്നും തനിക്ക് ചെയ്യാൻ കഴിയില്ല, അതിന് തന്നെ കൊണ്ട് കഴിയില്ല. കാരണം അത്രത്തോളം ആരോഗ്യവാനായിട്ടുള്ള ഒരാളാണ് ബെയിലിൻ ദാസ് എന്നതാണ് ശ്യാമിലി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് അല്പസമയം മുൻപാണ് ബെയിലിൻ ദാസിനെ കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. നാളെ വീണ്ടും ഇതിന്മേലുള്ള വാദം കേൾക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വഞ്ചൂർ പോലീസാണ് ഇത്തരത്തിൽ ബെയിലിൻ ദാസിനെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും കോടതിയിൽ ബെയിലിൻ ദാസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശ്യാമിലിയാണ് ഇത്തരത്തിൽ ബെയിലിൻ ദാസിനെ മർദ്ദിച്ചത്. ആ മർദ്ദനത്തെ തുടർന്നുണ്ടായ പ്രകോപനത്തിലാണ് ശ്യാമിലിയെ മർദ്ദിച്ചതെന്നാണ് ബെയിലിൻ ദാസിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതിനൊപ്പം തന്നെ ബെയിലിൻ ദാസിനെതിരെ ഇന്ന് പുതിയൊരു വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട്. മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ള ഒരു വകുപ്പാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വകുപ്പാണ് ബെയിലിൻ ദാസിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ക്രൂരമായൊരു മർദ്ദനം തന്നെയാണ് ശ്യാമിലി ജൂനിയർ അഭിഭാഷികയായിട്ടുള്ള ശ്യാമിലിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കോടതി നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വിവരങ്ങളാണ് സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.